ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മീനില്ലാതെ കോവയ്ക്ക് വെച്ച് മീൻകറിയുടെ അതേ ടേസ്റ്റിലുള്ള നല്ല സൂപ്പർ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കോവയ്ക്ക മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാള ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ സമയം ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയിലേക്കുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കോവയ്ക്കയിലേക്കുള്ളത് ഞാൻ ഓൾറെഡി അതിൽ ചേർത്ത് കൊടുത്തതാണ്. ഇത് തേങ്ങയിലേക്കുള്ള ഒരല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. പൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. നമുക്കിനി മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കോവയ്ക്കെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന അത്രയും പുളി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് പുളി ചേർത്താൻ മതിയാവും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിൽ ഞാൻ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളമെല്ലാം നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കോവയ്ക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കോവയ്ക്കെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മീൻ കറി താളിക്കുന്ന അതേപോലെ തന്നെ ഒന്ന് താളിച്ചെടുക്കാം. കോവയ്ക്കക്കറി താളിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലോട്ട് 5 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്കക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും മീൻ കറിയുടെ അതേ ടേസ്റ്റാണ്. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്